UDFിന്റെ അവസ്ഥ എന്തായിരിക്കും? ഭരണം മാറണമല്ല, ഭരണം മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കൊന്ന് നേരെയായി കിട്ടും. ഈ കോൺഗ്രസ് ഗ്രൂപ്പ് കളിക്കുന്ന കാലത്തോളം ഞങ്ങൾ ജയിക്കും. അതുകൊണ്ടാണ് ജയിക്കുന്നത്. അടുത്ത ഭരണം കോൺഗ്രസ്, തീർച്ചയായും കോൺഗ്രസ്. 100-ലധികം സീറ്റിൽ കോൺഗ്രസ് വരും. ദേശാഭിമാനി മാത്രമല്ല വഹിക്കുന്നത്, എല്ലാ വീക്ഷണം വഹിക്കും, ചന്ദ്രിക വഹിക്കും. അപ്പോൾ ഒരു നല്ലത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം, അത് ആര് ചെയ്താൽ. ഈ പ്രാവശ്യം ഈ കൊണ്ടുവന്നത് സ്വർണ്ണപ്പനെ കൊണ്ട് ചിലപ്പം UDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇല്ലവരെ തന്നെ വേണം. നിലവില് മൈനസ് ആണ്, അബ്സല്യൂട്ട്ലി മൈനസ്. വികസനം പോരാ. ഒരു മെഡിക്കൽ കോളേജ് തന്നെ കുറേ ആയി അടിച്ചിട്ടിട്ട് ഇതുവരെ ഒരു ഇതായിട്ട്. സൂപ്പർ ഭരണമാണ് പിണറായി. ഭയങ്കര ഐ ലൈക്ക്. 5 വർഷം കൂടുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുത്തുന്ന ഏറ്റവും ഉത്തമം. അടുത്ത 5 വർഷം കേരളം ആരു ഭരിക്കണം? ഈ ചോദ്യത്തിന് വോട്ടർമാർ മനസ്സിൽ കുറിച്ചിരിക്കുന്ന ഉത്തരം എന്തായിരിക്കും? ഇതറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും. കാസർകോട്ടെ 5 നിയോജക മണ്ഡലങ്ങളിൽ നേരിട്ടെത്തി സി ടൈംസ് ഇലക്ഷൻ റൈഡ് വോട്ടർമാരോട് നേരിട്ട് ഇക്കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. 2 മണ്ഡലത്തിൽ തുടർച്ചയായി UDFും 3 മണ്ഡലത്തിൽ തുടർച്ചയായി LDFും ജയിച്ചു പോരുന്ന ജില്ല എന്ന പ്രത്യേകത കൂടി കാസർഗോഡിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ ട്രെൻഡിൻ്റെ ടെസ്റ്റ് ഡോസായി ഈ പ്രതികരണങ്ങളെ കാണാം. നേരെ വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക്. അടുത്ത ഭരണം കോൺഗ്രസ്, തീർച്ചയായും കോൺഗ്രസ്. 100-ലധികം സീറ്റിൽ കോൺഗ്രസ് വരും. പിണറായി വിജയൻ വീണ്ടും മൂന്നാം സ്ഥാനത്ത് തുടരും. പിണറായി 10 വർഷം ഭരിച്ചതിന്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവില്ലേ? ഒരു വികാരമില്ല. എല്ലാവർക്കും 1000 രൂപ വീണ്ടും എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. UDFിന്റെ അവസ്ഥ എന്തായിരിക്കും? 5 വർഷം കൂടുമ്പോൾ ഇങ്ങനെ മാറി മാറി വരുത്തുന്ന ഏറ്റവും ഉത്തമം. ഇത് ഒരു ഗ്രൂപ്പിന് ഒരു 10 വർഷം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു രാജഭരണമായിട്ട് മാറും. ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. പിന്നെ ഭരണം മാറണോ? വേണ്ട. LDF തന്നെ വരട്ടെ. ഭരണം എന്തായാലും മാറണം. ഒന്നും പോരാ, വികസനം പോരാ. ഒരു മെഡിക്കൽ കോളേജ് തന്നെ കുറേ ആയി അടിച്ചിട്ടിട്ട് ഇതുവരെ ഒരു ഇതായിട്ട്. LDF സർക്കാർ വീണ്ടും ഒന്നും കൂടെ വരണം. നല്ല സർക്കാരാണോ? നല്ല സർക്കാരാണ്. പക്ഷെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തോറ്റുപോവോ? തോക്കൂല. ഭരണവിരുദ്ധ വികാരം വെറുതെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയാണോ? അതിനും വെറുതെ പറയുന്നതല്ല ഓരോന്നും. മരണം ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ ഇങ്ങനത്തെ ഓരോ വാർത്തകളുണ്ടാവും. അത് ഇലക്ഷൻ എടുക്കാനാകുമ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് വ്യാജ പ്രതീതി സൃഷ്ടിക്കും. അതാണ് ഉണ്ടാവുന്നത് അല്ലേ? LDF തന്നെ. പിണറായി സർക്കാർ വീണ്ടും വരണം. ഭരണം UDFിന് തന്നെ. സംസ്ഥാനത്ത് ഭരണം മാറോ? പിന്നെ സംശയമുണ്ടോ? അത് അത് UDF. ഈ LDF സർക്കാർ മോശമാണോ? അപ്പോൾ മോശമൊന്നല്ല, പക്ഷേ അല്ല, അതന്നെ ഒരു മാറ്റം വേണം. ഏതായാലും മാറ്റമില്ല ഞാൻ ശരിയാവില്ല. നമ്മൾ അങ്ങനെ കൂടുതൽ മോശമൊന്നും പറയാൻ പറ്റില്ല. കാരണം പലതും നടന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. മനസ്സിലായില്ല. സംസ്ഥാന ഭരണം LDF തന്നെ ആയിരിക്കും. LDF തന്നെ തുടരുമോ? തീർച്ചയായിട്ടും. 10 വർഷം ഭരിച്ചു, വീണ്ടും തുടരുമെന്ന് പറയാൻ? ഉറപ്പായിട്ടും 100-ലേറെ സീറ്റ് നേടി വിജയിക്കുന്നതാണ് VD സതീശന്റെ ഒക്കെ അവകാശവാദം. UDFിന്റെ അതൊക്കെ ഒരു തോന്നൽ മാത്രമല്ലേ, അതൊരു തോന്നൽ മാത്രമേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരം എന്നതും ഒന്നുണ്ടോ? അങ്ങനത്തെ സംഭവമില്ല. ഇപ്പം വന്നതാണെങ്കിൽ ഇപ്പം ശബരിമല പ്രശ്നത്തിലാണ് ഇവരിപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ നേടിയത്. എന്നിട്ട് ഇപ്പം അതിന് ആൾക്കാർക്ക് ഇപ്പം ഏകദേശം മനസ്സിലായതുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലല്ലേ? ഏകദേശം പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരുന്നതാണ് എൻ്റെ വിശ്വാസം. ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുണ്ട്. എന്താണ് LDF സർക്കാരിന്റെ ഒരു പോരായ്മയായിട്ട് കാണുന്നത്? പോരായ്മ അല്ല, അവര് 10 വർഷം ഭരിച്ചില്ല, അതുകൊണ്ട് പിന്നെ മാറ്റം സർക്കാർ ഏത് തുടർന്നാലും നമുക്ക് പ്രശ്നമില്ല. നമുക്കെല്ലാം കിടക്കല്ലോ. എല്ലാരും ഭരിച്ചാലും അവരവരെ കാര്യയെ നോക്കും. വോട്ട് കൊടുക്കുന്നവരെ പറയും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേ ചെയ്യുന്നു. ഒരു പുണ്ണാക്കും ആരും ചെയ്യുന്നില്ല. ഭരണമാറ്റം തന്നെയാണ് വരേണ്ടത്. കാരണം ഒരു ഭരണം തന്നെ കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ അതിപ്പോൾ ഞാൻ മാത്രം പറയുന്ന ഒരു ഇതല്ല, തത്വമല്ല. എല്ലാവരും ഇത് ഉപയോഗിക്കുന്ന ഒരു തത്വം തന്നെയാണ്. കാരണം ഒരേ ഭരണം തന്നെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാവില്ല, ഒരു വികസന ചുവട് ഉണ്ടാവില്ല. തുടരണം. ഭരണവിരുദ്ധ വികാരം ഇല്ലേ? ഇല്ല. അങ്ങനെ പറയുന്നു പ്രതിപക്ഷം. ഭരണവിരുദ്ധ വികാരം ഉണ്ട്, UDF 100 സീറ്റ് വരുന്നൊക്കെ. അത് എന്തായാലും അത് പ്രതിപക്ഷം പറയുന്നതല്ലേ. അതെന്തായാലും ഏത് പാർട്ടിക്കാരായാലും അവരവരെ ഇത് മാത്രമല്ലേ പറയൂ. സംസ്ഥാനത്ത് ഇടദോഷം വരാൻ സാധ്യത കുറവാണ്. എന്നുവെച്ചാൽ ഇപ്രാവശ്യം കുറേ ശബരിമല പ്രശ്നവും മറ്റൊക്കെ വന്നതുകൊണ്ട് ഒരു ഭരണം തുടരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ പല പ്രശ്നങ്ങളും, വിലക്കയറ്റം, പിന്നെ ആരോഗ്യവകുപ്പ് കുറച്ച് നല്ലതായിട്ട് പോകുന്നില്ല.
അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. UDF വരാൻ സാധ്യതയുണ്ട്. പിന്നെ BJPയും കുറേ വോട്ട് പിടിക്കാനും സാധ്യതയുണ്ട്. ഭരണം മാറി വരാനുള്ള സാധ്യതയുണ്ട്, കാണുന്നുണ്ട്. UDF വരും എന്ന് മോശമെന്ന് പറയാനില്ല, എന്നാലും പോരാ. ഭരണം മാറ്റമൊന്നും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ LDFന് വരുമെന്ന് തോന്നുന്നുണ്ടോ? മിക്കവാറും വരും. പക്ഷേ ഇപ്പോൾ പൊതുവിൽ പ്രചാരണം UDF സർക്കാർ 100-ലേറെ സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നൊക്കെയാണല്ലോ. അതായിരിക്കും എന്തും പറയാലോ മുമ്പ്. പക്ഷെ ജനങ്ങൾ തീരുമാനിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല. സംസ്ഥാനത്ത് പിന്നെ UDF ഭരണത്തിൽ വരുന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പോൾ. പക്ഷെ അത് മാറി മാറി വരണം. കേരളത്തിൽ പൊതുവെ 5 വർഷം മാറി വന്നെങ്കിൽ ജനങ്ങൾക്ക് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവുകയുള്ളൂ. തുടർ ഭരണമാകുമ്പോൾ അത് ജനങ്ങൾക്ക് എത്രത്തോളം എന്നുള്ള അപ്പോൾ ഈ ഭരണം മോശമായിരുന്നോ? മോശം എന്ന് പറയാൻ പറ്റില്ല. സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന ഭരണം ആയിരുന്നത്. എന്നാലും പൊതുവെ ഒരു പൊളിറ്റിക്സ് നോക്കുമ്പോൾ മാറി വരണമെന്നല്ലേ ഒരു താല്പര്യം. UDF ഭരിക്കും, UDF ഭരണം കിട്ടും. എത്ര സീറ്റ് വന്നു? 100-ന്റെ ഉള്ളിൽ സീറ്റ് UDFന് കിട്ടും. സംസ്ഥാന തലത്തിൽ പിണറായി വിജയൻ തന്നെ നയിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുകയല്ല, ഇല്ല, പ്രതിപക്ഷം ഉണ്ടാക്കുന്നല്ലേ. ഇവിടെ അടുത്ത് പറഞ്ഞ UDF തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഒരുപാട്. ഇപ്പൊ ഇല്ലവരെ തന്നെ വേണം. ഇനി മാറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളെല്ലാം ഗതി അതോ ഗതി ആവും എന്നാണ് ഉറപ്പിക്കാം. അതായത് സാധാരണ ഏകദേശം ഒരു പാർട്ടി, ഏത് പാർട്ടിയായിട്ട് ഏത് മുന്നണിയായിട്ട് 5 വർഷം ഭരിച്ചാലും നല്ല കാര്യങ്ങൾ ചെയ്താലും എതിരഭിപ്രായം ഉണ്ടാവും, ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. പിന്നെ 10 വർഷം ഭരിച്ചാലും ഭരണവിരുദ്ധ വികാരം കൂടുതലുണ്ടാവും. സാധാരണയാണ്, അതൊരു സാധാരണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും പ്രതീക്ഷിച്ചത്ര ഭരണവികാരം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് UDF കരുതുന്നത് മഹാഭൂരിപക്ഷത്തോടു കൂടി ഇപ്രാവശ്യം വരുമെന്ന്. ഇപ്രാവശ്യം UDF വന്നില്ലെങ്കിൽ ഇന്നത്തെ പ്രാവശ്യം വരുമെന്ന് പറയാൻ പറ്റൂല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈക്വൽ ചാൻസാണ് കാണുന്നത്. നേരെ ഒരു മുൻതൂക്കം UDFനുണ്ടെങ്കിലും ചില പ്രവാഹമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസ് ഭരണം മാറണ്ടേ? ഭരണം മാറിയാലല്ലേ നമുക്ക് ഒരിതുണ്ടാവും. ഭരണം മാറണമല്ല. ഭരണം മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്കൊന്ന് നേരെയായി കിട്ടും. ഭരണം മോശം? ഇവിടുത്തെ ഭരണം മോശമല്ല, നമുക്കൊരു ഉപകാരമില്ല. ഒരു പൈസയില്ല, ഒന്നുമില്ല. എല്ലാവരും തെണ്ടി പാളിച്ച. ഈ 2026 വന്നതിന് ശേഷം നമ്മളെല്ലാം അടപ്പതിച്ച്. അങ്ങനെ ഇവിടെ ആടില്ല, കച്ചവടമില്ല. ഇത് കണ്ടില്ലേ പാലം കെട്ടിട്ട് കണ്ടപ്പോ നമ്മെന്ത് ചെയ്യണ്ട? നമുക്കൊരു ജീവിതം ഇല്ല. നമ്മളെല്ലാം നശിച്ച 4 ആണെങ്കിൽ എത്ര 45 ആളിലെടുത്താൽ ഇപ്പൊ ആകെ 3 ആളേ ഉള്ളൂ, 4 ആള് മാത്രം. ഇവിടെ കാതിലെ പോലെ ഞാൻ വിറ്റിട്ട് മീൻ കച്ചവടം ചെയ്തിട്ട് അങ്ങനത്തെ അവസ്ഥയിലാണ് മോനെ നമ്മളില്ലത്. എന്താ ചെയ്യേണ്ടത്? കോൺഗ്രസ് തന്നെ വരേണ്ടത്. കോൺഗ്രസ് വന്നാൽ നമുക്ക് നല്ലത്. നമുക്ക് എന്തായാലും ഇതിനെല്ലാം ഒരു വയ്യാക്കി തരും. ഏകദേശം മാറാനാണ് സാധ്യത കാണുന്നത്. മാറണമെന്നാണ് ആഗ്രഹം ഉള്ളത്. ഭരണം മോശമാണോ? മോശമല്ല, നല്ല ഭരണമാണ്. പക്ഷെ ഒരു 10 വർഷം ഭരിച്ചല്ലോ. അപ്പൊ ഇനി ഇപ്പൊ 600 ഉണ്ടായ പെൻഷൻ 2000-ലേക്ക് എത്തിച്ച് ഇനി 2600-ലേക്കോ 3000-ലേക്കോ എത്താനല്ലേ സാധ്യത. മാറണം, അത് മാറണം. എല്ലാ കാര്യത്തിലും മാറണം. ഭരണം മോശമായതുകൊണ്ടാണോ? മോശമല്ല, മാറി കിട്ടാൻ നന്നാത്. മാറണം. അത് 10 കൊല്ലം ഭരിച്ചതുകൊണ്ടാ? 10 കൊണ്ട് ഭരിച്ചില്ല അവര്. മാറി ഭരിച്ചെങ്കിലും ഒരു ജനങ്ങൾക്ക് ഒരു ഉപകരിക്കുള്ളൂ. അപ്പൊ സംസ്ഥാന ഭരണം കൂടി നോക്കിയിട്ടായിരിക്കും ഇവിടെ വോട്ട് ചെയ്യാൻ. അതന്നെ. സംസ്ഥാനം വീണ്ടും LDF തുടർ വേണം വരും. നല്ല ഭരണമാണോ? നല്ല ഭരണമാണ്. UDF ഉണ്ടാവും. UDF വരും, അധികാരം വരും. സംസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഭരണം എങ്ങനെ അവർക്കൊരു തകർച്ച ഉണ്ടാവും, മാറും. ഭരണം മോശമാണോ? ഭരണം മോശം തന്നെയാണ്. സംസ്ഥാനത്ത് 3ാം ഭരണം തുടരും. നല്ല ഭരണം. സൂപ്പർ ഭരണമാണ്. പിണറായി ഭയങ്കര ഐ ലൈക്ക്. എത്ര സീറ്റ് LDF നേടും? ഒരു 90-ഓളം വരും. അതെ. സംസ്ഥാന ഭരണം മാറാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. പൊതുവെയുള്ള ജനവികാരങ്ങളെ കണക്കിലെടുക്കുമ്പോൾ ഭരണം മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഭരണം മോശമാണോ എന്നൊരു അഭിപ്രായം ഉണ്ടോ? ഭരണം മോശമല്ല, ഒരു ആവറേജ്. ഇപ്പൊ 2ാം തുടർഭരണം കിട്ടിയ പിന്നെ മുമ്പത്തെ ഭരണത്തെ അപേക്ഷിച്ച് കുറച്ച് മോശം എന്ന് പറയാനേ പറ്റുള്ളൂ. നല്ല ഭരണമാണ്. ഇനിയും പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഇല്ല, ഭരണവിരുദ്ധം ഇല്ലല്ലോ. എല്ലാം ഭരണം നന്നായി പോകുകയല്ലേ. ഭരണം LDF വരണമെന്ന് സാധ്യത. LDF-നായിരുന്നോ? നല്ല ഭരണമാണ്. നല്ല ഭരണം. ഭരണം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഇപ്പോ ഭരണത്തിനെ കുറിച്ചെല്ലാം എല്ലാരും കാണുന്നുണ്ടാവല്ലേ. ഇപ്പോ UDF വരണം എന്നാണ്. UDF വരണം.
ആ UDF എന്തുകൊണ്ടാ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട്. അവരെന്തായാലും തുടരാൻ സാധ്യത 100%. 100% സാധ്യതയാണ്. പിന്നെ പറയാനുള്ള വേണ്ട. പിന്നെ ഇപ്പോഴത്തെ ഇവര് പ്രതിപക്ഷം ഉണ്ടാവില്ല സ്വർണത്തിന്റെയും അതെല്ലാം പറഞ്ഞ അത് രണ്ടു കൂട്ടം കള്ളന്മാരാണ്. ഈ 100-ലേറെ സീറ്റ് കിട്ടുന്ന UDF പറയുന്നത് 100-ലേറെ ഇടതു വർഷത്തിന് കിട്ടും. നിങ്ങൾ പാർട്ടിക്കാരനായതുകൊണ്ട് പറയാം. പാർട്ടിക്കാരനാണ് അല്ലെങ്കിലും കിട്ടുമല്ലോ. കാരണം ഏതാ കൊടുക്കത് പെൻഷൻ 2000 ആക്കി, പെണ്ണുങ്ങൾക്ക് 1000 ആക്കി. വെറുതെയിരിക്കുന്ന പെണ്ണുങ്ങൾ പൈസ കൊടുക്കുന്നില്ല. എല്ലാം പൈസ അല്ലേ കേന്ദ്രമാണ് കൊടുക്കുന്നുണ്ടോ? എല്ലാം കേരളം ഉണ്ടാക്കി കൊടുക്കും, കടമായിട്ടും കൊടുക്കുന്നുണ്ടല്ലോ. ഇനി 100% തുടർ ഭരണം ഉണ്ടാവും. ഭരണമാറ്റം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പൊതുവെ. പക്ഷെ നല്ല ഭരണത്തിനെ കുറിച്ചൊന്നും നമുക്ക് മോശമൊന്നും പറയാനൊന്നുമില്ല. എന്നാലും സാധ്യതയുണ്ട്. രണ്ടാം പ്രാവശ്യം ഇപ്പം 3-ാം പ്രാവശ്യം ആകുമ്പോൾ ഒരു സാധ്യത കുറവാണ്. അല്ലാത്ത വർഷം ഭരണം വലിയ മോശമൊന്നും പറയാനൊന്നുമില്ല. നല്ല ഭരണമാണ് ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന് ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നെ എപ്പോഴും CPM ആണ് മുന്നിട്ട് നിൽക്കൽ. ഈ പ്രാവശ്യം CPM-ന് പരാജയമുണ്ടായല്ലോ. അപ്പോൾ അത് തീർച്ചയായും സൂചിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് മുൻതൂക്കം കാണിക്കും. 100ഓളം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. അടുത്ത സർക്കാർ LDF മൂന്നാം തവണയും വരും. സീറ്റ് മൊത്തത്തിൽ ഒരു 85 സീറ്റ് LDF-ന് വരും. കറക്റ്റ്. ഈ കോൺഗ്രസ് ഗ്രൂപ്പ് കളിക്കുന്ന കാലത്തോളം ഞങ്ങൾ ജയിക്കും. അതുകൊണ്ടാണ് ജയിക്കുന്നത്. ലീഗിന്റെ സീറ്റ് ലീഗ് നിലനിർത്തും. ഞങ്ങൾ LDF-ന്റെ സീറ്റും LDF കോൺഗ്രസിന്റെ സീറ്റ് ചിഹ്ന ഭിന്നാക്കിയിട്ട് 3 ആൾ കുപ്പായ ഇട്ടിട്ട് നിൽക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി, ഞങ്ങളിൽ മുഖ്യമന്ത്രി ഇല്ല. തെരഞ്ഞെടുത്ത് പോളിറ്റ് ബ്യൂറോ പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി. ഈ കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നമാണോ നിങ്ങൾ ജയിക്കാൻ കാരണം? ഞങ്ങൾ ജയിക്കാൻ കാണാതെ. അല്ലാതെ നിങ്ങളുടെ ഞങ്ങളും ഉണ്ട്. ഞങ്ങളെ കുറെ വികസനത്തിന്റെ ഓരോരോ പദ്ധതി ഓരോരോ ബസ് സ്റ്റോപ്പിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ചേഞ്ചസ് വേണം. എപ്പോഴും ഒരേ ആളായിട്ട് ഇരിക്കാൻ പറ്റൂല. നല്ലൊരു ഭരണം വരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ UDF വന്നാലാവുന്ന കൊള്ളാമെന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം UDF വരുമെന്ന് സംസ്ഥാനത്ത് കേരളത്തിൽ സർക്കാർ ഭരിക്കും. അതെ, LDF-ന്റെ ഭരണത്തിൽ തൃപ്തിയില്ലേ? തൃപ്തിയുണ്ട്. ഇവിടെ ഇല്ലെങ്കിൽ എല്ലാം കൊല്ലവും ഒരു കൊല്ലം UDF ഭരിക്കും, ഒരു കൊല്ലം LDF ഭരിക്കും. ഇപ്രാവശ്യം 2 കൊല്ലം UDF ഭരിച്ച് LDF ഭരിച്ചു. ഈ പ്രാവശ്യം ഒരു ചേഞ്ചസ് ഉണ്ടാവും. സംസ്ഥാനത്ത് LDF ഭരണം തന്നെ നല്ലത്. LDF തുടർ ഭരണം വേണമെന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മളെല്ലാം അഭിപ്രായം. വീണ്ടും തുടർന്നോട്ടെ. നല്ല ഭരണമല്ലേ? നല്ല ഭരണം LDF-ന്. സംസ്ഥാനത്തിന് ഭരണം ഈ LDF ഭരണം പോയിട്ട് UDF ഭരണം വരണം. തീർച്ചയായിട്ടും ഭരണം ആവശ്യമാണ്. LDF ഭരണം മോശമാണോ? LDF ഭരണം മോശം. അത് ഇപ്പോൾ ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒട്ടറാസ് മാറ്റം അല്ലെങ്കിൽ മുമ്പ് തന്നെ 5 കൊല്ലത്തിൽ ഒരിക്കൽ മാറിക്കൊള്ളുള്ളതാണ് സർക്കാർ. അപ്പം അതുകൊണ്ട് ഒരു മാറണമായിട്ടുള്ള ആഗ്രഹം കൂടുതലും പ്രകടിപ്പിക്കുന്നു. ആ മാറ്റം 10 വർഷം ഭരിച്ചു എന്നുള്ളത് കൊണ്ട് മാറട്ടെ എന്നാണോ, അതോ ഭരണം മോശമാണെന്ന അഭിപ്രായം? മോശമായിട്ട് അഭിപ്രായം എനിക്കില്ല വ്യക്തിപരമായിട്ട്. ചില കാര്യങ്ങളിലൊക്കെ ഓരോ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചിലത് തിരുത്തേണ്ടത് തിരുത്തിയിട്ടുമുണ്ട്, തിരുത്താത്തത് എങ്ങനെയുണ്ട്. അത് വേറെ ഒരു ഘടകമാണ്. പിന്നെ മാറട്ടായിട്ടുള്ള താല്പര്യമാണ്. കാര്യം മാറ്റം വരുമ്പോൾ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. അതാണ് കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനിയൊരു തുടർ ഭരണം എന്ന് പറഞ്ഞാൽ സാധ്യമുള്ള കാര്യമല്ലല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുടർ ഭരണം ഒരിക്കലും ഒരു നല്ല ഇതല്ല. കാരണം അത് ജനങ്ങൾക്ക് ഒരു ഗുണത്തിൽ എത്തിക്കാൻ ആരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് UDF വരട്ടെ എന്നാണോ, അതോ ഭരണം മോശമാണെന്ന അഭിപ്രായം ഉണ്ടോ? ഭരണം ഇപ്പൊ ആര് ഭരിച്ചാലും ജനത്തിനെല്ലാം ശരി തന്നെയല്ലേ. LDF സർക്കാരിന്റെ ഭരണത്തെ കുറിച്ച് എന്താ അഭിപ്രായം? അഭിപ്രായം വളരെ മോശമാണ്. ഉണ്ടാവും. ആണോ? എന്തുകൊണ്ടാ? എന്തേ? അതുണ്ടാവും. എങ്ങനെയായിട്ടുണ്ട് ഈ പ്രാവശ്യം ഉണ്ടാവും. മൂന്നുണ്ടല്ലോ. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? അതുണ്ടാവും. ഉണ്ട്. അതുണ്ടാവും. നമ്മൾ കാണുന്നത് അങ്ങനെ കാണുന്നുണ്ട്. ഉണ്ടാവില്ല. നല്ല സർക്കാരാണ്. നല്ല സർക്കാർ. ഇപ്പൊ സർക്കാർ പറഞ്ഞാല് അമ്പേ പരാജയമാണ്. പിന്നെ അത് പ്രത്യേകിച്ചിട്ട് പറയേണ്ട ആവശ്യം എന്തുകൊണ്ടാ വെച്ചാല് പക്ഷെ എല്ലാ തരത്തിലും പിന്നെ കൊള്ളയായാലും ഇപ്പൊ തന്നെ പറഞ്ഞാല് പിന്നെ ഇന്ത്യൻ മറ്റേ ശബരിമല കൊള്ളയടിച്ച ആ സഖാക്കന്മാരെ ഇപ്പോഴും പിന്നെ CPM നിന്ന് പുറത്താക്കിയിട്ടില്ല. ഇതുവരെ പുറത്താക്കിയിട്ടില്ല. ഇപ്പം പറഞ്ഞാല് ആ പാനൂർ മറ്റേ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ എന്ന ആളെ പിന്നെ ഉള്ളത് വിളിച്ചു പറഞ്ഞതുകൊണ്ട് സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞ അയാളെ പുറത്താക്കി. കട്ടവരെ സംരക്ഷിച്ച് നിർത്തുകയും പിന്നെ സത്യം വിളിച്ചു പറഞ്ഞവരെ പുറത്താക്കുകയും ചെയ്യുന്നു. അതായത് അഴിമതിയും
പിന്നെ അവര് CPM എന്ന് പറഞ്ഞ പാർട്ടി എനിക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടി ആയിരുന്നു. പിന്നെ ഞാൻ പിന്നെ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഒരു നല്ലൊരു ഇഷ്ടമുള്ള ഒരു പാർട്ടി ആയിരുന്നു CPM. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ പഴയ കാലത്തുള്ള CPM എല്ലാം പോയി. നമുക്ക് പാർട്ടിനെ കൊണ്ടൊന്നും പറയാൻ കഴിയില്ല. ഞമ്മക്ക് ഈ മത്സ്യത്തൊഴിലാളി വിറ്റേ ജീവിക്കാൻ പറ്റും. വേറെ നമുക്ക് പാർട്ടിനെ കൊണ്ടൊന്നും ഞമ്മ കയ്യില്ല. ഇത്ര എനിക്ക് പറയാൻ. മാറിയിട്ടും മാറിയാലും കണക്കന്നെ മാറിയില്ലേ കണക്കന്നെ എല്ലാം ഒരേപോലെ തന്നെ. ആര് വന്നാലും ആര് വന്നാലും ഇതേമാതിരി തന്നെ. ഏതച്ഛൻ വന്നാലും എല്ലാം ഇതേമാതിരി മാറട്ടെ. മാറിയാൽ നല്ല രീതിയിൽ വന്നാൽ മതി. ഭരണം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാല് ഇപ്പോ ഭരണത്തിനെ കുറിച്ചെല്ലാം എല്ലാരും കാണുന്നുണ്ടാവല്ലേ. ഇപ്പോ UDF വരണം എന്നാണ്. UDF വരണം. ഇപ്പൊ ഇല്ല ഭരണല്ലേ നല്ലത് ആണ്. അപ്പൊ തുടരണം. ഭരണം മാറും. ഭരണം ഉറപ്പായിട്ടും മാറും പ്രാവശ്യം. സംസ്ഥാന ഭരണം പറയാൻ പറ്റാത്ത രീതിയിലാണ്. ഒരു തൂക്ക് മന്ത്രിസഭ വരേണ്ട സാധ്യതയാണുള്ളത്. LDFന്റെ ഭരണം മോശമാണ്. ഭരണം നല്ല തന്നെ, പക്ഷെ അതിൽ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാർ ശരിയില്ല. അത് ജനങ്ങൾക്ക് ബാധിക്കും. തീർച്ചയായിട്ടും UDF, യാതൊരു സംശയമില്ല. തിരിച്ചു വരും. സംസ്ഥാന ഭരണം മോശമാണോ? നിലവില് മൈനസ് ആണ്. അബ്സല്യൂട്ട്ലി മൈനസ്. അത് ജനങ്ങളുടെ പൊതുവികാരമാണ്. അതുകൊണ്ട് LDF MLA-മാരുള്ള മണ്ഡലത്തിൽ കൂടെ മാറ്റം ഉണ്ടാവും. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. ഭരണം അടിപൊളിയല്ലേ, എന്ത് പറയാനുള്ളത്? ഒന്നുമില്ല, നല്ല ഭരണമാണ് കാഴ്ചവെച്ചത്. എന്താ വെച്ചാൽ ഇനി എല്ലാം വന്നല്ലോ, കോവിഡ് വന്ന്, പ്രളയം വന്ന്, എന്നിട്ടും ആരെങ്കിലും ആ കോവിഡ് കാലത്ത് പട്ടിണി നടന്നിട്ടുണ്ടാവും. നല്ല പാല് കിറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് അടിപൊളി ഭരണമാണ്. ഇനിയും ഭരണം UDF. അത് നമ്മ ഒരു 90 കാണും. മോശമല്ല, രണ്ടൂട്ടം ഒന്ന് അടുപ്പിച്ച് വയ്ക്കുന്നത് അത്ര ശരിയല്ല. ഭരണം മാറി വരണം. 10 വർഷം ഭരിച്ചത് കൊണ്ട് ഭരണം മാറട്ടെ എന്നാണ്. രണ്ടാമത്തെ വ്യക്തി അത്ര കറക്റ്റല്ല. അടുത്ത സർക്കാർ UDF വരും. അത് 95-100 സീറ്റിൻ്റെ ഉള്ളിൽ UDF തീർച്ചയായിട്ടും അധികാരം ഏറ്റെടുക്കും. സംസ്ഥാനത്ത് ഏകദേശം LDF വരും. സീറ്റ് ചിലപ്പോൾ 1-2 സീറ്റ് കുറഞ്ഞാലും LDF അധികാരത്തിൽ വരും. 100% ഉറപ്പാണ്. അതിലൊന്നുമില്ല. നിങ്ങൾ സ്വർണ്ണക്കൊള്ള എന്ത് പറഞ്ഞാലും അത് നടക്കില്ല. ജനങ്ങൾക്കറിയാലോ. ജനങ്ങൾക്ക് ദേശാഭിമാനി മാത്രമല്ല വഹിക്കുന്നത്, എല്ലാ വീക്ഷണം വഹിക്കും, ചന്ദ്രിക വഹിക്കും. അപ്പോൾ ഒരു നല്ലത് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണം. അത് ആര് ചെയ്താലും. ഇപ്പോൾ പെൻഷൻ 2000 രൂപ വർദ്ധിപ്പിച്ചു. പിന്നെ റോഡും പാലും നമ്മൾ പോവാത്ത സ്ഥലത്തുള്ള റോഡെല്ലാം നിങ്ങൾ കാണണം. അത് കണ്ടിട്ട് തന്നെ അറിയണം. അപ്പോഴേ നമ്മൾ ഈ വികസനം എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന വാക്കല്ല. അത് വെറുതെ പറഞ്ഞാൽ അത് ചെയ്യുന്നുണ്ട്. ചെയ്തത് കൊണ്ട് നമ്മൾ അവരെ കൂടെ അവർക്ക് സ്ഥാനത്ത് പാർട്ടി തീരുമാനിച്ച ഒരു സ്ഥാനത്ത് ഏത് സ്ഥാനത്ത് നല്ലവരാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് പ്രതിപക്ഷവും മാധ്യമങ്ങളൊക്കെ വെറുതെ പറയുന്നതാണോ? മാധ്യമങ്ങൾ വെറുതെ പറയും, ഇതെല്ലാം പറയും മാധ്യമങ്ങൾ. അപ്പോൾ ആരെ കുറ്റപ്പെടുത്തിട്ട് പറയുന്നതല്ല, സത്യങ്ങൾ സത്യമായിട്ട് തന്നെ പറയണം. അപ്പം അങ്ങനെ എൻ്റെ ഒരു കണക്ക്. സർക്കാർ എന്തായാലും മാറും. UDF എന്തായാലും വരും. സംസ്ഥാന ഭരണം ഇപ്രാവശ്യം മാറാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അടുത്ത പല അഴിമതി കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളയാണ് മെയിൻ ബാധിക്കുന്നത്. LDF വരണം. വീണ്ടും വരും. വരും. ഭരണവിരുദ്ധ വികാരല്ലേ? ഇല്ല. വെറുതെ പറയുന്നത്. സീറ്റ് കൂടുമോ LDF-ന്? കൂടും. LDF ഭരണം എന്താ അഭിപ്രായം? മോശമില്ല, എങ്ങനെ പോകുന്നു. ഇപ്പം നല്ല പെൻഷനെല്ലാം കിട്ടുന്നുണ്ട് മര്യാദക്ക്. ഭരിക്കട്ടെ പറഞ്ഞേ, LDF-നെ ഭരിക്കട്ടെ. അത് നമുക്ക് സംശയമറിയാം. 2 പ്രാവശ്യം LDF ഭരിച്ചില്ലേ. ഈ പ്രാവശ്യം ഈ കൊണ്ടുവന്നത് സ്വർണ്ണ കൊണ്ട് ചിലപ്പം UDF കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. LDF-ന്റെ ഭരണം മോശമല്ല. പക്ഷേ ഇത് ഈ ഒരു പ്രശ്നം കൊണ്ട് LDF തോക്കാൻ സാധ്യതയുണ്ട്. മാറും, തീർച്ചയായിട്ടും മാറും. സംസ്ഥാന ഭരണം എന്താ മോശമാണോ? അപ്പോൾ ഇപ്പോൾ പൊതുവെ മോശം തന്നെ. പല കാര്യങ്ങളിലും പരാതിയല്ലാണ്ട് വേറെ ഒന്നുമില്ലല്ലോ. സ്വർണ്ണ പ്രശ്നം, മറ്റേ രാഹുൽ പ്രശ്നം, അങ്ങനെ എന്തെല്ലോ പ്രശ്നമുണ്ടല്ലോ. അത് കോൺഗ്രസിനെ പുറത്തുണ്ടല്ലോ. സംസ്ഥാന ഭരണം മാറണമെന്നില്ല, LDF ഭരിക്കണം തന്നെയായില്ല. സംസ്ഥാന ഭരണം ഇപ്പം പറയാൻ പറ്റില്ല. അത് തുല്യത പോലെ ഇല്ലത്. അതിങ്ങനെ ഒരു 2 അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതാണെന്ന്. LDF സർക്കാർ നല്ല ഭരണമാണെങ്കിൽ പിന്നെ LDF-നെ വരണ്ടേ? LDF ഭരണം സർക്കാർ നല്ല തന്നെ. പക്ഷേ അതെന്തുകൊണ്ടെന്നാണ് അറിയില്ല. ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അത്ര തന്നെ. മിക്കവാറും UDF തന്നെ വരും. എത്ര സീറ്റ് ഉണ്ടാവും? സീറ്റ് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. എന്തായാലും UDF വരും. ഭരണം മോശമെന്ന് പറഞ്ഞാൽ ഈ നേതാക്കന്മാർ ശരിയില്ല.
LDF. ശബരിമല പ്രശ്നവും എല്ലാം കൂട്ടിയിട്ടാകുമ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഭരണം മാറുന്നു തോന്നുന്നുണ്ടോ? എന്താ 100% മാറും. തുടർഭരണം വരണോ? സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റത്തിന് സാധ്യത കാണുന്നു. ഭരണമാറ്റത്തിനൊരു സാധ്യത കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഈ ശബരിമല ഭരണം മോശമല്ല. ഈ ഇപ്പം അടുത്ത് വരുന്ന കുറേ വിവാദങ്ങളുണ്ടല്ലോ. അതായത് ഈ ശബരിമല, പിന്നെ ഇപ്പം പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട്, അതേപോലെ അതിന് ഇതായിട്ട് തിരുവനന്തപുരത്ത് ഒന്ന് വന്നിട്ടുണ്ട്. അതിങ്ങനെ അപ്പോൾ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ ജനങ്ങൾക്ക് നല്ല രോഷമുണ്ട്. വിലക്കയറ്റം ഭയങ്കര കൂടുതലാണ്. പിന്നെ അടിസ്ഥാന സൗകര്യം കാണുന്നില്ല. റോഡിന്റെ അവസ്ഥ എന്താ ചെയ്യുക? LDF വരും. ഉറപ്പ്. സീറ്റ് കൂടെ കുറയോ? സീറ്റ് കൂടും. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു മാറണം എന്നുള്ള, ഇപ്പൊ നമ്മൾ ഈ മുനിസിപ്പാലിറ്റിന്റെ കുറെ കൊല്ലമില്ലേ, അപ്പൊ നമുക്കൊരു മാറണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ. അപ്പൊ ഒരു മാറ്റം എല്ലാവരും ആവശ്യമാണല്ലോ. കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവോ ഇപ്രാവശ്യം? തീർച്ചയായിട്ടും ഉണ്ടാവണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് എന്തുകൊണ്ടാണ് ഭരണമാറ്റം വേണമെന്ന് പറയുന്നത്? അതായത് 10 കൊല്ലമായില്ലേ ഇപ്പം ഭരിക്കുന്നത്. ഇനിയൊരു മാറ്റം വന്നാലേ ഒരു ചെറിയ ഒരു വ്യത്യാസം വരുള്ളൂ. റോഡ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്രദേശത്തിലെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അത് ഇപ്രാവശ്യം എങ്ങനെ മാറണം, മാറിയിരിക്കും. UDF കയ്യിലാണ് ഇപ്രാവശ്യം സാധ്യതയുണ്ട്. LDF ഭരണം അത്രയും മോശമാണെന്നാണോ? മോശം എന്നുള്ളതല്ല, സാഹചര്യങ്ങൾ നോക്കുമ്പോഴേക്ക് ചെറിയ മാറ്റങ്ങൾ ആവശ്യമാണ്. ഇങ്ങനെയൊക്കെയാണ് കാസർകോട്ടെ വോട്ടർമാർ ചിന്തിക്കുന്നത്. ഇനി നാളെ ആരാകണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? ഈ ചോദ്യത്തിന് വോട്ടർമാർ നൽകുന്ന ഉത്തരം കാണാം.